മലയാളത്തിൻ്റെ മഹാനടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ പുരസ്കാരം കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത എന്നോട് നമ്മുടെ സിനിമാ മന്ത്രി സജി ചെറിയാൻ സാറ് പറയുന്ന സമയത്ത് ഞാനും മമ്മൂക്കയൊക്കെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. മമ്മൂക്ക മാത്രമല്ല, സജി ചെറിയാൻ സാറും പിന്നെ നമ്മുടെ CM ഉണ്ടായിരുന്നു, ടൊവി ഉണ്ടായിരുന്നു, ആസിഫ് ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ലിജോ മോളൊക്കെ ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ അവാർഡ് വിതരണ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. 2024 പുരസ്കാരങ്ങളുടെ വിതരണ ചടങ്ങായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചലച്ചിത്ര അക്കാദമിയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ സജി സാറ് എനിക്കൊരു സർപ്രൈസ് തന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പം തന്നെ ചാടി വീണു. അങ്ങനെ ഇത്തവണത്തെ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പങ്കെടുക്കണം കേട്ടോ. അതൊരു പ്രൗഢഗംഭീരമായ ചടങ്ങ് എന്ന് പറയുന്ന പോലെ ഒരു ഫീലാണത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നു, കലാകാരന്മാരെ ആദരിക്കുന്നു, നമുക്ക് പ്രിയപ്പെട്ട അഭിനേതാക്കളെ നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഷോ പരിപാടിയല്ല. എന്ന് വെച്ചാൽ 6:30 മണിക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞു. ഏതാണ്ട് ഒരു 7 മണിയോട് അടുപ്പിച്ച് തുടങ്ങി 8:30-9 മണിക്കുള്ളിൽ അവാർഡുകളെല്ലാം കൊടുത്തു തീർത്തു. എല്ലാവരും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, പ്രസംഗങ്ങൾ കഴിഞ്ഞു. വളരെ പാക്ഡായിട്ട് വളരെ ഗംഭീരമായിട്ട് അവർ ആ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹരിശങ്കർ നേതൃത്വം കൊടുക്കുന്നൊരു സംഗീത പരിപാടി ഉണ്ടായിരുന്നു. ഗ്രാൻഡ് പരിപാടി എന്ന് വെച്ചാൽ വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര പുരസ്കാര ചടങ്ങ് നടന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശാരദാമ്മയ്ക്ക് JC ഡാനിയൽ പുരസ്കാരം കൊടുക്കുന്നത്. ആ പരിപാടിയുടെ വിശദ വിവരങ്ങൾ നിങ്ങളോട് പറയുക, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഞാൻ ആ വേദിയിലിരിക്കുമ്പോഴാണ് അറിഞ്ഞത്. പിന്നീട് ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ഇത്തവണത്തെ പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ മലയാളികൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം 5 പത്മവിഭൂഷൺ കൊടുത്തതിൽ 3 കിട്ടിയിട്ടുള്ളത് മലയാളികൾക്കാണ്. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് ആയിട്ടുള്ള KT തോമസ്, ജന്മഭൂമി പത്ര സ്ഥാപകനായിട്ടുള്ള P നാരായണൻ, പിന്നെ നടൻ ധർമ്മേന്ദ്രയ്ക്കും വയലിനിസ്റ്റ് N രാജത്തിനുമാണ് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. പത്മഭൂഷൺ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്കും വെള്ളാപ്പള്ളി നടേശനുമാണ് കിട്ടുന്നത്. 98-ലാണ് നമ്മുടെ മമ്മൂക്കയ്ക്ക് പത്മശ്രീ കിട്ടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പത്മ പുരസ്കാരം കിട്ടാൻ ഇത്രയും സമയമെടുത്തു എന്ന് ആർക്കായാലും ഫീൽ ചെയ്യും. അതുപോലെ പത്മശ്രീ പുരസ്കാരങ്ങൾ ഇത്തവണ 3 മലയാളികൾക്കാണ് കിട്ടുന്നത്. കലാമണ്ഡലം വിമല മേനോൻ ആൻഡ് കൊല്ലക്കൽ ദേവകിയമ്മ, A മുത്തുനായകം. എല്ലാ പുരസ്കാര ജേതാക്കളും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ രത്നങ്ങളാണ് എന്നുള്ള ഒരു പുരസ്കാരമാണ് അവർക്ക് കിട്ടുന്നത്. അതിനുള്ള ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. ആൻഡ് ഇന്ന് ഞാൻ പങ്കെടുത്ത 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിനെ കുറിച്ച് പറയാം. ആദ്യം നിങ്ങളെല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന, ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മമ്മൂക്കയുടെ സ്പീച്ചിനെ കുറിച്ചാണ് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് മമ്മൂക്ക ഇപ്പോഴും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്പീച്ച്. അദ്ദേഹം പ്രസംഗം ആരംഭിക്കുമ്പോൾ ആദ്യം പറഞ്ഞത്, കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിൻ്റെ ഒരു ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തായതുകൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണ്. ആസിഫ് അലിയുടെ പ്രകടനവും ARMൽ ടൊവിനോയുടെ പ്രകടനവും ഒക്കെ അതിഗംഭീരമായ പ്രകടനങ്ങളാണ്. ARMൽ ടൊവിനോയ്ക്ക് 3 വേഷങ്ങളാണ് ചെയ്യേണ്ടത്. അത് 3ഉം അതിഗംഭീരമായിട്ട് അയാൾ സ്ക്രീനിലേക്ക് എത്തിച്ചു. അതുപോലെ മമ്മൂക്കയും അദ്ദേഹത്തിൻ്റെ പ്രകടനവും അതിഗംഭീരം തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ കമ്പയർ ചെയ്യുന്നത് വളരെ യങ് ആയിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് ആക്ടേഴ്സുമായിട്ടാണ്. അവരുമായിട്ടാണ് ഞാൻ മത്സരിച്ച് ഈ വിജയം എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ വിജയം ഒരു വലിയ മഹത്തരമായ വിജയമല്ല, അവരും എന്നെപ്പോലെ തന്നെ ഇത് അർഹിക്കുന്നതാണ് എന്ന് പറയുന്നിടത്ത് അയാൾ ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ അഭിനേതാക്കളോടും ഏറ്റവും പുതിയ ടെക്നീഷ്യൻസ് ഉണ്ടാക്കുന്ന സിനിമകളോടുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം പുള്ളിക്കത് പറയേണ്ട കാര്യമില്ല. ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക സ്റ്റേജിലിരിപ്പുണ്ട്. എല്ലാവരും മന്ത്രിമാരൊക്കെ വന്ന് മലയാളത്തിൻ്റെ മഹാനടനായ മമ്മൂക്ക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതൊട്ടും അതിശയോക്തി കലർന്നിട്ടുള്ള കാര്യമല്ല, നമുക്കറിയാവുന്നതാണ്. പക്ഷേ അത്രയും പുകഴ്ത്തലുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പത്മ പുരസ്കാരം വരെ കിട്ടി നിൽക്കുന്നൊരു സമയത്ത് അദ്ദേഹം സ്റ്റേജിൽ വന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രകടനം ഇവരെക്കാൾ മികച്ചത് എന്ന് പറയാനൊന്നുമില്ല എന്നാണ്. ഞാൻ പറയുന്നത് വിനയം ആ ഒരു ആസ്പെക്റ്റ് മാത്രമല്ല, അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഏറ്റവും പുതിയ ആളുകളോടും ഞാൻ കോമ്പറ്റ് ചെയ്യും എന്ന് പറയുന്ന അഭിനയക്കൊതിയനായ മമ്മൂക്കയുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇങ്ങനെ സ്റ്റേജിൽ അടുത്ത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കുമ്പോൾ ഞാനത് ആഡ് ചെയ്യാം കേട്ടോ. ആൻഡ് മറ്റൊരു കാര്യം, അദ്ദേഹത്തിനൊപ്പം പുരസ്കാരം കിട്ടിയ മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരം കിട്ടിയ ഷംല ഹംസ, അവരുടെ ഫെമിനിച്ചി ഫാത്തിമ എന്ന്
പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ ഒരു പെർട്ടിക്കുലർ രംഗത്തിനെ കുറിച്ച് എടുത്ത് പറഞ്ഞ് അവരെ അഭിനന്ദിച്ച് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ വന്നതിന് ശേഷവും എത്ര ആളുകൾ ആ സിനിമ കണ്ടിട്ടുണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച പ്രകടനങ്ങളെയൊക്കെ വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകളും വോട്ട് ചെയ്തത് കല്യാണി പ്രിയദർശനായിരുന്നു. പക്ഷേ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള ആളുകളെല്ലാവരും ഷംല ഹംസയ്ക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. ഞാൻ കമ്പയർ ചെയ്തിട്ട് മറ്റേ ആൾ മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ഷംലയുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു. അങ്ങനെ ഒരു പ്രകടനം നടത്തിയിട്ടുള്ള അഭിനേത്രിയുടെ ആ സിനിമയും അയാൾ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയാണ്. ആ സിനിമ എത്രത്തോളം റിലേറ്റബിൾ ആയിരുന്നു എന്ന് പ്രേക്ഷകരോട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഫെമിനിസ്റ്റ് ഫാത്തിമ കണ്ടു. ഈ അടുത്ത ദിവസം നിങ്ങളിൽ പലരും കണ്ടു കാണും. പുരുഷാധിപത്യത്തെ പറ്റിയാണ് സിനിമ എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും. ആ സിനിമയിലെ ഭർത്താവിൻ്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്തിമ ഫാനിട്ടെ എന്ന് പറയും. ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവൂ. മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാൻ ഉൾക്കൊള്ളാൻ. അപ്ഡേറ്റഡ് ആവുന്ന മമ്മൂക്ക എന്ന് പറയുന്ന പ്രയോഗമുണ്ടല്ലോ, അത് ചുമ്മാ പറയുന്നതല്ല. അതിന് ആ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം പുകഴ്ത്തിയിട്ടുള്ളത് മലയാളത്തിലെ സിനിമ പ്രേക്ഷകരെയാണ്. നമ്മളിവിടെ ഇങ്ങനെ ഗംഭീരമായ സിനിമകളെ, വ്യത്യസ്തമായ പരീക്ഷണങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അടക്കമുള്ള ഈ സിനിമ കൊതിയന്മാർക്ക് ഇത്രയും ഗംഭീരമായ സിനിമകൾ ഒരുക്കാൻ പറ്റുന്നത്. മലയാളത്തിൽ എന്തുകൊണ്ട് ഇത്രയും മനോഹരമായ സിനിമകൾ ഉണ്ടാവുന്നു എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം ഇവിടുത്തെ പ്രേക്ഷകരാണ് എന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിനൊരു മടിയില്ല. കാരണം ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം അതൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ വന്ന വഴി, എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് എന്നിലേക്ക് ഒതുക്കുന്നതിന് പകരം നമ്മളെ അഭിനന്ദിക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കൂടെ നിന്നിട്ടുള്ള പ്രേക്ഷകരെ അഭിനന്ദിക്കാനാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്. മാത്രമല്ല CM പറഞ്ഞൊരു കാര്യമുണ്ട് പ്രസംഗത്തിൽ. മമ്മൂക്കയേക്കാൾ മുമ്പാണ് CM പ്രസംഗിക്കുന്നത്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഈ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ. എല്ലാറ്റിനും അതിൻ്റേതായ കാരണമുണ്ടല്ലോ. ഏതായാലും ഇപ്പോൾ അത് നൽകി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വേണമെങ്കിൽ കുറച്ച് പൊളിറ്റിക്കലായി സംസാരിക്കാമായിരുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ് നടത്തുന്ന ഒരു പരിപാടിയാണ്. അവിടെ കൂടിയിട്ടുള്ള ബഹുഭൂരിപക്ഷ ആളുകളും മമ്മൂക്കയുടെ ആരാധകരും ഇടതുപക്ഷ അനുഭാവികളുമായിരിക്കാം. അവിടെ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ സിനിമയെക്കുറിച്ചാണ്. അപ്ഡേറ്റഡ് ആയ സിനിമകളെക്കുറിച്ച്, പുതിയ താരങ്ങളെക്കുറിച്ച്, സിനിമകൾ എത്രത്തോളം റിലേറ്റബിൾ ആവുന്നു എന്നുള്ളതിനെക്കുറിച്ച്, പ്രേക്ഷകർ എത്രത്തോളം നല്ല സിനിമകൾ ഉണ്ടാവാൻ ഇവിടെ കാരണമാവുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന, സിനിമയെക്കുറിച്ച് മാത്രം സംസാരിച്ച മമ്മൂക്കയാണ് ഞാൻ വേദിയിൽ കണ്ടത്. അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു സാറ്റിസ്ഫാക്ഷനാണ്. CM പറഞ്ഞതുപോലെ നമ്മളൊക്കെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത പത്മ പുരസ്കാരം. എന്നെ സംബന്ധിച്ച് ഇന്ന് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ആദ്യമായിട്ടൊരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ പരിപാടി കാണാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. മാത്രമല്ല ഇത്തവണ പുരസ്കാരം കിട്ടിയിട്ടുള്ള ഫസൽ എ ബക്കർ, അദ്ദേഹത്തിനോടൊപ്പം ഞാൻ റേഡിയോ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഫസലിക്ക എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പുരസ്കാരം മേടിക്കുന്നത് നേരിട്ട് കാണാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പുരസ്കാരം മമ്മൂക്കയ്ക്ക് കിട്ടി എന്നറിയുന്ന മൊമെൻറ്റ് മുതൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തു. ആൻഡ് ടോവിനോ സ്റ്റേജിൽ കയറിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മമ്മൂക്കയോടൊപ്പം ഇഞ്ചോടിഞ്ച് മത്സരിച്ചിട്ടാണ് ഈ പുരസ്കാരം കിട്ടിയത് എന്നറിയുമ്പോൾ ആ വേദി അങ്ങനെ പങ്കിടാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ അഭിമാനമായിട്ട് അയാൾ പറയുന്നത്. അത് അങ്ങനെ ഒരു മമ്മൂക്കയോടൊപ്പം, അതായത് ഞാനാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈം എന്ന് സ്വയം പറയുന്നയാളല്ല. ഞാൻ ഓരോ നിമിഷവും പുതിയ ആളുകളോട് മത്സരിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവിൽ നിൽക്കുന്ന, അങ്ങനെ മത്സരിക്കുന്ന ആ മമ്മൂക്കയോടാണ് ടോവിനോ അല്ലെങ്കിൽ ആസിഫ് അലി ഒക്കെ മത്സരിച്ചിട്ടുള്ളത്. അതൊരു സുഖമുള്ള കോമ്പറ്റീഷനാണ്. എനിക്കും ആസിഫിനൊക്കെ ധൈര്യമായിട്ട് പറയാം, ജസ്റ്റ് മിസ്സാണ്, മമ്മൂക്കയായിട്ടാണ് ഞങ്ങൾ കോമ്പറ്റ് ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് ശാരദാമ്മ JC ഡാനിയൽ പുരസ്കാരം സ്വീകരിച്ചൊരു ചടങ്ങ് കൂടിയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത സിനിമ ബഹുമതിയാണത്. ശാരദാമ്മ വേദിയിലേക്ക് വരുമ്പോൾ ഒരു വീൽ ചെയറിലാണ് വന്നത്. പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ പോലും അവർ എണീറ്റ് നിന്നു, സംസാരിച്ചു. മമ്മൂക്കയുടെ കയ്യിൽ പിടിച്ച് ശാരദാമ്മ നിൽക്കുന്നൊരു നിപ്പുണ്ടായിരുന്നു. ദാറ്റ് വാസ് സോ ഗുഡ്. കാണുമ്പോൾ ഒരു സന്തോഷം. എത്ര തലമുറകളാണ് ഒരുമിച്ച് ആ വേദിയിലുണ്ടായിരുന്നത്. ഏറ്റവും പുതിയ ജനറേഷനിലുള്ള അഭിനേതാക്കൾ അവിടെ താഴെ ഇരുന്ന് ഇത് കാണുന്നു. മമ്മൂക്ക അതിനും എത്രയോ മുൻപ് തൻ്റെ അഭിനയ യാത്ര ആരംഭിച്ചു. ഇത്രയും തലമുറകളോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ശാരദാമ്മ അവിടെ നിൽക്കുന്നു. ശാരദാമ്മയെക്കുറിച്ച് പുതിയ തലമുറയിലുള്ള എത്ര ആളുകൾ അറിയും എന്നെനിക്കറിയില്ല. ഒന്നും വേണ്ട, ശാരദാമ്മയുടെ പഴയ സിനിമാ പാട്ടുകൾ കണ്ടു നോക്കൂ. ആ പാട്ടുകളിൽ അവർ പോർട്രേ ചെയ്യുന്നൊരു മലയാളി മുഖമുണ്ട്. അവർ മലയാളി അല്ല ജന്മം കൊണ്ട്. പക്ഷേ വേദിയിൽ വെച്ച് ശാരദാമ്മ വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ
അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ പാതി മലയാളിയാണ് എന്നുള്ളത്. ആന്ധ്രാപ്രദേശിലാണ് ശാരദാമ്മ ജനിക്കുന്നത്. പക്ഷേ അവരുടെ അമ്മ കോഴിക്കോട് നിന്നുള്ള ആളാണ്, മലയാളിയാണ് എന്ന്, ഞാനൊരു പാതി മലയാളിയാണ് എന്ന് വളരെ അഭിമാനത്തോടെ അവർ പറയുന്നു. 400ഓളം സിനിമകളിൽ അഭിനയിച്ചതിൽ 100-ലധികം സിനിമകൾ അവർ മലയാളത്തിൽ നിന്നാണ് ചെയ്തത്. അവരുടെ കരിയറിൻ്റെ 4-1 സിനിമകൾ അവർ മലയാളത്തിലാണ് ചെയ്തത്. മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൊണ്ടുവരുന്നത് ശാരദാമ്മയാണ്. ഉർവശി ശാരദ എന്നാണ് അവരെ വിളിക്കുന്നത്. മലയാളി സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങളിൽ നമുക്ക് അടയാളപ്പെടുത്താൻ ഷീലയും ജയഭാരതിയും ഒക്കെ ഉണ്ടായിരുന്നിടത്തേക്കാണ് ശാരദാമ്മ കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ട് ശാരദാമ്മയായി മലയാളി സ്ത്രീ എന്ന് പറയുന്ന പോലെ അവരുടെ കഷ്ടപ്പാടുകളും വിഹുലതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പോർട്രേ ചെയ്യുന്നു. അതിനോടൊപ്പം അവരുടെ പ്രണയം കാണുന്നു, അവരിലെ പോരാളിയെ കാണുന്നു. അങ്ങനെ മലയാളി സ്ത്രീയെ 2 പതിറ്റാണ്ടോളം സ്ക്രീനിൽ കാണിച്ച 125ഓളം സിനിമകളിലായി മലയാളികളുടെ മുന്നിൽ നിറഞ്ഞാടിയ ആ അഭിനേത്രിയെ അവരെ അടുത്ത് കാണുക എന്ന് പറയുന്നത് അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് വലിയ സ്ക്രീനിൽ ശാരദാമ്മയുടെ ആ പഴയ രൂപം അവർ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള 19-ാം വയസ്സിലാണ് അവർ ആദ്യമായിട്ട് മലയാളത്തിലൊരു സിനിമയിൽ വരുന്നത്. തുലാഭാരത്തിലൂടെ ആദ്യത്തെ നാഷണൽ അവാർഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 2 തവണ അവർ മലയാളത്തിലേക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം കൊണ്ടുവന്നു. പിന്നീട് ഒരു തെലുങ്ക് സിനിമയ്ക്ക് കൂടി ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരം അവർ സ്വന്തമാക്കി. നമ്മുടെ IFFKയിൽ റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിൽ ആദ്യമായി പോർട്രേ ചെയ്യപ്പെടുന്ന ഒരു മലയാളി അഭിനേത്രി എന്ന് പറയുന്നത് ശാരദാമ്മയാണ്. 2019 അത്. ശാരദാമ്മ അവിടെ നിന്നത്, അവർ സ്പെൻഡ് ചെയ്ത അത്രയും സമയം, അതൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ അമ്മ ജനിക്കുന്നതിന് മുമ്പ് അഭിനയ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന ശാരദാമ്മയെ അടുത്ത് കാണുന്നു. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാൻ അവർ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട് ആരാധനയോടെ, സ്നേഹത്തോടെ. ഇന്നിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ദാറ്റ്സ് വേറെ ലെവൽ എക്സ്പീരിയൻസ്. ആൻഡ് പ്രകാശ് രാജ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് പറഞ്ഞൊരു കാര്യം, 30 years back I worked in a film with her. 30 years back I walked into the set and she was there and I was supposed to play her husband. A film called Anthapuram which later fetched a second national award for me, and I walked in and she said, why is this boy coming to play my husband? I said, madam, just give me a little time, I'll put on my makeup and come. And for many years we were called a very good pair, and to be on the stage to see and witness this love of Malayalam cinema and honoring the body of work she has had, it makes my moment very beautiful, madam. Thank you. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശാരദാമ്മയ്ക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ അവരുടെ ഭർത്താവായിട്ടാണ് അഭിനയിച്ചത്. അന്ന് ഈ ചെറിയ പയ്യനാണോ എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ വരുന്നത് എന്ന് ശാരദാമ്മ ചോദിച്ചത്രേ. അതിനുശേഷം നല്ലൊരു പെയർ എന്നൊരു പേരെടുക്കത്തക്ക രീതിയിൽ അവർ ഒരുമിച്ച് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. 2 ജനറേഷൻ ഇപ്പുറം നിൽക്കുന്ന ഈ അഭിനേതാക്കൾ അങ്ങനെ വരുമ്പോൾ അതൊരു രസമുള്ള ഓർമ്മ പങ്കുവെക്കലായിരുന്നു. കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വിമർശനം, അതിനെക്കുറിച്ചൊരു വിമർശനം പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ മികച്ച കുട്ടികൾക്കുള്ള ചലച്ചിത്ര പുരസ്കാരങ്ങൾ കൊടുക്കാൻ പറ്റിയ സിനിമകൾ, കുട്ടികളുടേതെന്ന് പറയാവുന്ന സിനിമകൾ വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ആ വിമർശനം ചൂണ്ടിക്കാണിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് അവാർഡ് ജൂറി ഇങ്ങനൊരു വിമർശനം മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഗംഭീരമായ സിനിമകൾ, കുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ നിന്നുള്ള സിനിമകൾ വളരെ സീരിയസ് ആയി ഇവിടെ ഉണ്ടാക്കപ്പെടട്ടെ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മലയാള സിനിമയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ബഹുമാനിക്കുന്ന ഒരാളിൽ നിന്ന് വരുന്ന ഒരു വിമർശനം, വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോൾ പോലും ഒരു പോസിറ്റീവ് വിമർശനം എന്നുള്ള രീതിയിൽ അതിനെ നോക്കി കാണാമെന്ന് തോന്നി. പിന്നെ ഇത്തവണത്തെ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പാരഡൈസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ പ്രസന്ന വിത്തനാഗെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിന് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു പേഴ്സണൽ സന്തോഷം കൊണ്ടാണ്. ഞാൻ പാരഡൈസ് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു റിവ്യൂ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആ റിവ്യൂ വീഡിയോ അതേപോലെ തന്നെ ശ്രീലങ്കൻ ഭാഷയിലേക്ക് ഒരാൾ തർജ്ജമ ചെയ്ത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാഗസിനിൽ എൻ്റെ റിവ്യൂ അച്ചടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമല്ലേ? മറ്റൊരു ഭാഷയിലുള്ള ഒരാൾ ഇവിടെ വന്നൊരു സിനിമ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഭാഷയിലുള്ളൊരു മാഗസിനിൽ ഞാനിവിടെ ചെയ്തൊരു റിവ്യൂ പബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറയുമ്പം ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് അത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരക്കുകൾ കാരണം അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ തിരിച്ചറിഞ്ഞ കുറേ ആളുകൾ എന്ന് വെച്ചാൽ ഈ അഭിനേതാക്കളെയൊക്കെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെയൊക്കെ കാണാൻ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മളെയും റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു സന്തോഷവും ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ മമ്മൂക്കയുടെ പത്മ പുരസ്കാരം, ശാരദാമ്മയുടെ JC ഡാനിയൽ പുരസ്കാരം, എൻ്റെ ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങ് കാണൽ എന്നൊക്കെ പറയുന്ന കുറേ ഫാക്ടേഴ്സ് കൊണ്ട്, പിന്നെ ഒരു റീയൂണിയനൊക്കെ പോലെയായിരുന്നു. എനിക്ക് പരിചയമുള്ള, എൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആളുകളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ മൊത്തത്തിലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസം അത് നിങ്ങളോട് പങ്കുവെക്കണം തോന്നി. പ്ലസ് ഈ ഒരു ഇവൻറ്റിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളുടെ ഒരു കൊളാഷ് പോലെ, എല്ലാം ഒന്നും ഇടുന്നില്ല. അതുപോലെ സ്പീച്ച് പരമാവധി ട്രിം ചെയ്തിട്ടെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്ത് ഞാൻ കളയൊന്നുമില്ല, പക്ഷേ പരമാവധി ചുരുക്കിയിട്ട് സ്പേസസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഞാനിവിടെ വീഡിയോൻ്റെ ബാക്കിയായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്പീച്ചുകളൊക്കെ കാണാം. എൻ്റെ ഒരു ഹൈലൈറ്റ് വീഡിയോ പോലെ തന്നെ കണ്ടാൽ മതി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഇനി അവാർഡ് ഇവൻറ്റിൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ. ബഹുമാനപ്പെട്ട CM അവர்களுக்கு, ബഹുമാനപ്പെട്ട മമ്മൂക്ക അവர்களுக்கு, അമ്മ മനസ്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട് എന്ന് വെച്ചാല് അതിന് കാരണം നിങ്ങളാണ്. നിങ്ങൾ ആദരിച്ചത് കൊണ്ട് മാത്രമേ ഇത്രയും കൊല്ലങ്ങൾ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചു. അതോടൊപ്പം എനിക്ക് ഈ സന്തോഷത്തിലെ വാക്കുകൾ വരുന്നില്ല. സോറി, ഒരു വാക്ക് പറയാനുണ്ട്. ഞാൻ മലയാളി അല്ല എന്ന് പറയുന്നു. ഞാൻ പകുതി മലയാളി പകുതി തെലുങ്ക്. അത് എങ്ങനെ? എൻ്റെ അമ്മയുടെ ഫാമിലി ഫ്രം കാലിക്കറ്റ്. അതുകൊണ്ട് പകുതി തെലുങ്ക് പകുതി മലയാളം. ഓക്കേ. A bunch of young talents, actors and actresses and technicians trying to push. I just have one thing to tell them, because having seen 5 national awards and many state awards, I have realized this is just a recognition for the work you have done this year. I hope you will not relax that you have achieved, because an artist dies every day. And I hope this recognition will push you to push the new boundaries and keep your hunger and come back to compete, come back to contribute to the quality of Malayalam cinema. Mammootka, I have nothing else to say. I don't know how he surprises us with the nuances. He doesn't. I don't know. The greatest of all. Thank you, Mammootka, for continuing that hunger and competing with all the youngsters and being an inspiration. One last thing I would like to say is we were very, very unhappy with the children's film. We as a society, we have to realize a society is not just elder people, middle-aged people, youngsters. The world of children is also completes the society. Just casting a child to show a heroine as a mother or a hero of a father or somebody as an uncle is not children's cinema. It's very important today that we understand what is their curiousness, how do they perceive, what do they have to say. That's children's cinema. And we the jury humbly request the film fraternity and the writers, please invest time on this beautiful, wonderful future community called children, having done great quality films. After when we were wondering about where women don't have strong roles, I found so many women characters, so many women-centered films. I think it is our collective responsibility as a fraternity and as audience to really make good, beautiful, wonderful children's films. I hope this resilience and protest by the jury will wake you up and make Malayalam cinema proud with children's film too. Thank you so much for this wonderful opportunity. I love Malayalam cinema and I'm honored to be here. Thank you. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു, കലാപരമായും സാമ്പത്തികമായും. പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിൻ്റെ ഒരു ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്.
പ്രായത്തിൽ മൂത്തതായത് കൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണ്. നടി ഷംന, അങ്ങനെ എല്ലാവരും അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയവർ. അല്ലെങ്കിൽ ഫെമിനിച്ചു ഫാത്തിമ കണ്ടു. ഈ അടുത്ത ദിവസം നിങ്ങളിൽ പലരും കണ്ടു കാണും. ഈ പുരുഷാധിപത്യത്തെ പറ്റിയാണ് സിനിമ എങ്കിലും നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യയോടൊന്ന് ഫാനിടാൻ പറഞ്ഞു കാണും. ആ സിനിമയിലെ ഭർത്താവിൻ്റെ പ്രധാന ജോലി ഭാര്യയോട് ഫാത്തിമ ഫാനിട്ടെ എന്ന് പറയും. ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവൂ. മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാൻ ഉൾക്കൊള്ളാൻ. നമ്മുടെ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട്, മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ, അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത്, ഇത്ര നല്ല കഥകൾ കിട്ടുന്നത്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ട്. നമ്മുടെ നാട്ടിൽ വിജയകരമായി പ്രദർശിപ്പിച്ച കലാമൂല്യമുള്ള സിനിമകൾ ഒരിക്കലും മറ്റു ഭാഷകളിൽ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ നമ്മളെല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദേശങ്ങൾ പകരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. സിനിമയ്ക്കൊരു കഥ വേണം എന്നാലോചിക്കുന്നവരാണ്. സിനിമയിലെ നായകന്മാരും നായികമാരും ഒക്കെ സാധാരണ മനുഷ്യരാണ് എന്നറിയുന്നവരാണ്. സാധാരണ മനുഷ്യരെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നവർ. അതുകൊണ്ടാണ് സിനിമയിലെ നമ്മുടെ കഥാപാത്രങ്ങളെല്ലാം മനുഷ്യരാകുന്നത്. മറ്റു ഭാഷാ ചിത്രങ്ങൾ നമ്മൾ കാണുന്ന പോലെ എല്ലാവരും അമാനുഷ്യരാണ്, മനുഷ്യർക്ക് മുകളിലുള്ളവരാണ്. അല്ലെ മനുഷ്യരെക്കാൾ ഒരുപാട് ബുദ്ധിപരമായും ശാരീരികമായും ശക്തിയുള്ളവർ. സാധാരണ മനുഷ്യനേക്കാൾ നമ്മുടെ സിനിമയുടെ നായകന്മാർക്ക് ശക്തിയോ ബുദ്ധിയൊന്നുമില്ല. സാധാരണ മനുഷ്യർ ചെയ്തു പോകുന്ന നന്മകൾക്കും തിന്മകൾക്കും അവരൊരിക്കലും അപ്പുറമല്ല. അവരുടെക്കും നന്മകളും തിന്മകളും ഉള്ളവരാണ്. മനുഷ്യ സഹജമായ എല്ലാത്തരം നന്മ തിന്മകൾ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളാണ് നമുക്ക് കൂടുതലുള്ളത്. അതുതന്നെയാണ് നമ്മുടെ വിജയം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്തായിട്ടൊന്ന് നിങ്ങൾ പറയുന്ന, ഞാൻ അതിനു മുമ്പ് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടില്ല. പോട്ടെ, പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് എൻ്റെ ആഗ്രഹമുള്ള സിനിമകൾ, അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആഗ്രഹമുള്ള സിനിമകളാണ് എടുക്കുന്നത്. ആ ആഗ്രഹത്തിനോട് പ്രേക്ഷകർ ഒത്തുപോകുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതിന് ഇത്രയും നല്ല പ്രേക്ഷകരുണ്ടായ ഈ ഭാഷയോട് തന്നെ, അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട് തന്നെ നമ്മളെന്നും നന്ദിയുള്ളവരായി. കഴിവുകളുടെ ഒരു ഖനിയാണ് മലയാള സിനിമ. ഈ ഖനിയിൽ നിന്ന് ഇനി ഒരുപാട് നിധികൾ കോരിയെടുക്കാനുണ്ട്. അങ്ങനെ കോരിയെടുക്കപ്പെടുന്ന നിധികൾ നല്ല സിനിമകളായി, നല്ല അഭിനയമായി, നല്ല സംഗീതമായി, നല്ല കഥയും കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതിനൊരു ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഈ പുരസ്കാരത്തിന് ഇതിനെന്നെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങളോടും ഇതെനിക്ക് തന്ന കേരള ഗവൺമെൻറ്റിനോടും എനിക്കുള്ള അഗൈതവുമായി നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ല വാക്കുകൾ